നമസ്കാരം. ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. നമ്മൾ ഏതാണ്ട് 80% പേരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലോ ബാക്ക് പെയിൻ എന്നറിയപ്പെടുന്ന നടുവേദന അനുഭവിച്ചിട്ടുണ്ടാവാം. ലോ ബാക്ക് പെയിൻ എന്ന നടുവേദന ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം ഇന്റർവെർട്ടിബ്രൽ ഡീജനറേഷൻ അഥവാ കശേരുകൾക്കിടയിലുള്ള ഡിസ്കിന് ക്ഷയം സംഭവിക്കുന്നത് മൂലം ഡിസ്ക് ഹെർണിയേഷൻ അഥവാ ഡിസ്ക് കശേരുകൾക്കിടയിൽ നിന്ന് പുറത്തോട്ട് തള്ളുന്നതാണ് നടുവേദനയ്ക്ക് കാരണമാകുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ലംബാർ ഡിസ്ക് ഹെർണിയേഷൻ അഥവാ ലംബാർ ഡിസ്ക് പ്രൊലാപ്സിനെ കുറിച്ചാണ്. എന്താണ് ലംബാർ ഡിസ്ക് ഹെർണിയേഷൻ? ലംബാർ ഡിസ്ക് ഹെർണിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വേദന നിയന്ത്രിക്കുന്നതിനായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഒന്ന് മനസ്സിലാക്കാം. ഡിസ്ക് ഹെർണിയേഷൻ അഥവാ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിലെ കശേരുകൾക്കിടയിൽ അവ തമ്മിലുള്ള ഘർഷണം കുറച്ച് ഒരു ഷോക്ക് അബ്സർവർ പോലെ പ്രവർത്തിക്കുന്ന ഇലാസ്തികതയുള്ള കുഷ്യൻ പോലുള്ള ഡിസ്ക് കശേരുകൾക്കിടയിൽ നിന്ന് പുറത്തോട്ട് തള്ളുന്നതിനെയാണ് ഡിസ്ക് ഹെർണിയേഷൻ അഥവാ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഓരോ ഡിസ്കും ഒരു കട്ടിയുള്ള പുറന്തോടിനുള്ളിൽ ആനുലസ് എന്നറിയപ്പെടുന്ന ഇലാസ്തികതയുള്ള പുറംഭാഗവും അതിനുള്ളിലായി മൃദുവായ ജെല്ലി പോലുള്ള ന്യൂക്ലിയസ് എന്ന നടുഭാഗവും ചേർന്നാണ് കാണുന്നത്. ഇതിൽ ജെല്ലി പോലുള്ള ന്യൂക്ലിയസ് എന്ന നടുഭാഗം ആനുലസ് എന്നറിയപ്പെടുന്ന ഇലാസ്തികതയുള്ള പുറം ഭാഗത്തിലുണ്ടാകുന്ന വിള്ളലുകളുടെ പുറത്തേക്ക് തള്ളുന്നതിനെയാണ് സ്ലിപ്ഡ് ഡിസ്ക് അല്ലെങ്കിൽ റപ്ചർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പുറത്തേക്ക് തള്ളുന്ന ഡിസ്ക് നട്ടലിന്റെ ഏത് ഭാഗത്ത് വേണോ വരാം. അത് അതിനടുത്തുകൂടി കടന്നു പോകുന്ന നാഡികളെ ഞെരിക്കുന്നതിന് കാരണമാവുകയും ആ നാഡിയുമായി ബന്ധപ്പെട്ട കയ്യിനോ കാലിനോ വേദന, പെരുപ്പ്, ബലക്ഷയം എന്നിവ അനുഭവപ്പെടുന്നതിനും കാരണമാകാം. എന്നാൽ ഇത് പലരിലും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുന്നതായും കാണുന്നു. ലംബാർ ഡിസ്ക് ഹെർണിയേഷൻ ഉണ്ടാകുവാൻ പാരമ്പര്യം ഒരു ഘടകമായി കാണുന്നു. ഏതാണ്ട് 75% പേരിലും പാരമ്പര്യം പങ്കുവഹിക്കുന്നതായി കാണുന്നുണ്ട്. ഡിസ്കുകൾക്കിടെയുണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം ഡിസ്ക് ഡീജനറേഷൻ അഥവാ ഡിസ്ക് ക്ഷയത്തിന് കാരണമാകുന്നു. എല്ലാ ഡിസ്ക് ഹെർണിയേഷനും ഡീജനറേഷൻ അഥവാ ഡിസ്ക് ക്ഷയം കാരണമല്ല ഉണ്ടാകുന്നത്. നട്ടലിൽ ഉണ്ടാകുന്ന അമിത ആയാസം ഡിസ്ക് ഹെർണിയേഷന് കാരണമാകാം. ചെറുപ്പക്കാരിൽ ഇപ്പോൾ കാണുന്ന വ്യായാമ വിമുഖതയും കൂടുതൽ സമയം ഇരുന്നുള്ള ജോലികളിൽ ഏർപ്പെടുന്നതും നട്ടലിന് ആയാസം ഉണ്ടാക്കുന്നതും അത് ലംബാർ ഡിസ്ക് ഹെർണിയേഷൻ ഉണ്ടാക്കുവാൻ കാരണമാവുകയും ചെയ്യാം. ഡിസ്ക് ഹെർണിയേഷന് പ്രായം ഒരു കാരണമായി മാറാറുണ്ട്. പ്രായം കൂടുന്നതനുസരിച്ച് സംഭവിക്കുന്ന ജീർണത അല്ലെങ്കിൽ തേയ്മാനം ഡിസ്ക് ഹെർണിയേഷന് കാരണമാകുന്നു. പ്രായം കൂടുന്നതനുസരിച്ച് ഡിസ്കുകളുടെ അയവ് കുറയുന്നതിനാൽ പലപ്പോഴും ചെറിയ തോതിലുള്ള ആയാസം പോലും വിള്ളലുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാകാം. അതുപോലെ അപൂർവമായി നട്ടലിന് ക്ഷതമേൽക്കുന്ന രീതിയിലുള്ള വീഴ്ചകൾ ഡിസ്ക് ഹെർണിയേഷന് കാരണമാകാറുണ്ട്. അതുപോലെ അമിത ശരീരഭാരമുള്ളവരിൽ നട്ടലിന് അധിക ആയാസം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരക്കാരിൽ ഡിസ്ക് ഹെർണിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഭാരം ഉയർത്തിയുള്ള ജോലികൾ ചെയ്യേണ്ടി വരുന്നവരിലും എപ്പോഴും ഒരു വശത്തേക്ക് തിരിഞ്ഞ് ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്നവരിലും ഡിസ്ക് ഹെർണിയേഷനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ചില ആൾക്കാരിൽ ജന്മനാ തന്നെ ഡിസ്ക് ഹെർണിയേഷൻ ഉണ്ടാകുവാനുള്ള ശാരീരികമായ പ്രവണത കണ്ടുവരുന്നു. പുകവലി ശീലം ഡിസ്ക് ഹെർണിയേഷൻ ഒരു ഘടകമായി മാറാറുണ്ട്. പുകവലിക്കുന്നവരിൽ ഡിസ്കിലേക്കുള്ള ഓക്സിജൻ വിതരണം കുറയുന്നതിന് ഇടയാക്കുന്നു. ഇത് ഡിസ്ക് ഹെർണിയേഷനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. സാധാരണഗതിയിൽ ഡിസ്ക് ഹെർണിയേഷൻ ലംബാർ ഏരിയ അതായത് നട്ടലിന്റെ താഴത്തെ ഭാഗത്താണ് ഉണ്ടാകുന്നതെങ്കിലും സെർവിക്കൽ ഏരിയ എന്നറിയപ്പെടുന്ന കഴുത്തിന്റെ താഴത്തെ ഭാഗത്തും വരാവുന്നതാണ്. ഹെർണിയേഷന്റെ നട്ടലിന്റെ ഏത് ഭാഗത്തെ കശേരുവിനാണ് സംഭവിച്ചിരിക്കുന്നത്, ഹെർണിയേഷൻ സംഭവിച്ച ഡിസ്ക് നാഡികളുടെ സമ്മർദ്ദം ഏൽപ്പിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. ലക്ഷണങ്ങൾ പലപ്പോഴും ശരീരത്തിന്റെ ഒരു വശത്തായിരിക്കും ബാധിക്കുന്നത്. ലോ ബാക്ക് എന്നറിയപ്പെടുന്ന നട്ടലിന്റെ താഴ്ഭാഗത്തെ ഡിസ്കുകൾക്കാണ് ഹെർണിയേഷൻ ഉണ്ടാകുന്നതെങ്കിൽ വേദന മിക്കവാറും നിതംബം, തുട, കാൽവണ്ണ, കാൽപാദം എന്നീ ഭാഗങ്ങളിലായിരിക്കും വേദന അനുഭവപ്പെടുന്നത്. എന്നാൽ ഡിസ്ക് ഹെർണിയേഷൻ നട്ടലിന്റെ മുകൾ ഭാഗമായ സെർവിക്കൽ ഏരിയയിലാണ് ഉണ്ടാകുന്നതെങ്കിൽ വേദന തോളിനും കയ്യിലുമായിരിക്കും അനുഭവപ്പെടുന്നത്. ചുമയ്ക്കുക, തുമ്മുക, ചില പ്രത്യേക പൊസിഷനിലുള്ള ചലനങ്ങൾ ഇവ പലപ്പോഴും തുളഞ്ഞു കയറുന്ന പോലുള്ള വേദനയ്ക്കോ അല്ലെങ്കിൽ നീറ്റൽ പോലുള്ള വേദന ഉണ്ടാകുന്നതിനോ കാരണമാകുന്നു. ഹെർണിയേഷൻ സംഭവിച്ച ഡിസ്ക് ഏത് നാഡികളെ സമ്മർദ്ദം ഏൽപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ആ നാഡികളുടെ വിതരണ ഭാഗങ്ങളിൽ പെരുപ്പ് അല്ലെങ്കിൽ തുടിപ്പ് അനുഭവപ്പെടാം. അതുപോലെ നാഡികൾ വിതരണം നടത്തുന്ന പേശികൾക്ക് ബലക്ഷയം ഉണ്ടാകാവുന്നതാണ്. ഏതാണ്ട് 40% രോഗികൾക്കും ഇരിക്കുമ്പോൾ വേദന അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ അരക്കെട്ടിന് തൊട്ട് മുകളിലായി സ്പൈനൽ കോഡ് അഥവാ സുഷ്മിന കാണ്ഡം അവസാനിക്കുന്നു. സ്പൈനൽ കോഡിലൂടെയാണ് ഏതാണ്ട് കുതിരവാൽ പോലെ തോന്നിപ്പിക്കുന്ന ക്വാഡ ഇക്വിന എന്ന ഒരു കൂട്ടം നീണ്ട നാഡികൾ കടന്നു പോകുന്നത്. ഡിസ്ക് ഹെർണിയേഷൻ വളരെ അപൂർവമായി ക്വാഡ ഇക്വിന ഉൾപ്പെടെ സ്പൈനൽ കോഡ് അഥവാ സുഷ്മിന കാണ്ഡം മുഴുവനായി
ഞെരിക്കുന്നതായി കണ്ടുവരുന്നുള്ളൂ. ഇത്തരം ഘട്ടങ്ങളിൽ സ്ഥിരമായി സംഭവിക്കാവുന്ന ബലക്ഷയം അല്ലെങ്കിൽ പക്ഷാഘാതം ഒഴിവാക്കുന്നതിനായി അടിയന്തര ശസ്ത്രക്രിയ അപൂർവമായിട്ടാണെങ്കിലും വേണ്ടിവരാറുണ്ട്. വേദന, പെരുപ്പ്, ബലക്ഷയം ഇവ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ എത്രയും വേഗം ചികിത്സ തുടങ്ങണം. ഡിസ്ക് ഹെർണിയേഷൻ ചിലപ്പോൾ മൂത്രസഞ്ചി അല്ലെങ്കിൽ മലാശയം ഇവയുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നു. മൂത്രസഞ്ചി നിറഞ്ഞിരുന്നാലും മൂത്രമൊഴിക്കാൻ കഴിയാതെ വരിക അല്ലെങ്കിൽ മൂത്രസഞ്ചിയുടെ നിയന്ത്രണം നഷ്ടമാവുക തുടങ്ങിയ അവസ്ഥകളിലേക്ക് പോകുവാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തുടയുടെ ഉൾഭാഗം, കാലുകളുടെ പുറകുവശം, മലാശയത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ സംവേദനം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് സാഡിൽ അനസ്തേഷ്യ എന്നറിയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഡിസ്ക് ഹെർണിയേഷൻ സംഭവിക്കാതിരിക്കുന്നതിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നട്ടലിനെ പിന്താകുന്ന പേശികൾക്ക് ദൃഢത കൈവരിക്കുന്നതിനുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് ഡിസ്ക് ഹെർണിയേഷൻ ഉണ്ടാകാതിരിക്കുവാൻ സഹായകരമാകുന്നു. നട്ടലുണ്ടാകുന്ന ആയാസങ്ങൾ ഒഴിവാക്കുവാൻ നിൽക്കുക, കിടക്കുക, ഇരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദീർഘനേരം ഇരിക്കുമ്പോൾ നിവർന്ന് നട്ടലിന് താങ്ങ് ലഭിക്കുന്ന തരത്തിൽ തന്നെ ഇരിക്കുക. ഭാരം ഉയർത്തുമ്പോൾ വസ്തുവിന്റെ ഭാരം നട്ടലിലേക്ക് വരാതെ കാലിലേക്ക് വരുന്ന രീതിയിൽ വേണം ഭാരം ഉയർത്തുക. ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തണം. അമിത ശരീരഭാരം നട്ടലിനും ഡിസ്കുകൾക്കും അമിത ആയാസം സൃഷ്ടിക്കുന്നതിന് കാരണമാകാം. പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും പൂർണ്ണമായും ഉപേക്ഷിക്കണം. രോഗനിർണയത്തിനായി വേദനയുടെ ഉറവിടം കണ്ടെത്തുവാൻ വേണ്ടി മലർന്നു കിടന്ന് കാലുകൾക്ക് ചില പ്രത്യേക രീതിയിൽ ചലിപ്പിച്ച് നട്ടലിന്റെ വേദനയുള്ള ഭാഗം കണ്ടെത്തുന്നു. അതോടൊപ്പം നാഡീവ്യൂഹ സംബന്ധമായ പരിശോധനകൾ നടത്തുന്നു. റിഫ്ലക്സുകൾ പരിശോധിക്കുക, പേശിബലം പരിശോധിക്കുക, നിൽക്കുവാനുള്ള ശേഷി വിലയിരുത്തുക, മൃദുസ്പർശം, വൈബ്രേഷൻസ് അഥവാ കമ്പനങ്ങൾ, പിൻ പ്രിക്സ് അഥവാ സൂചി കൊണ്ടുള്ള കുത്ത് ഇവ തിരിച്ചറിയുന്നതിനുള്ള ശേഷി തുടങ്ങിയവ വിലയിരുത്തുന്നു. മിക്കവാറും ഡിസ്ക് ഹെർണിയേഷൻ വന്നിട്ടുള്ള കേസുകളിൽ ശാരീരിക പരിശോധനകൾ നടത്തുന്നതിലൂടെയും രോഗചരിത്രം വിലയിരുത്തുന്നതിലൂടെയും രോഗനിർണയം സാധ്യമാകുന്നു. എന്നാൽ മറ്റ് രോഗസാധ്യതകൾ സംശയിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊക്കെ നാഡികളെയാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിനായി മറ്റു ചില പരിശോധനകൾ ശുപാർശ ചെയ്യുന്നു. സാധാരണഗതിയിൽ ആദ്യം നടത്തുന്ന പരിശോധനയാണ് പ്ലെയിൻ എക്സ്റേ. എക്സ്റേ പരിശോധനകളുടെ ഡിസ്ക് ഹെർണിയേഷൻ കണ്ടെത്തുവാൻ സാധിക്കില്ല എന്നിരുന്നാലും നടുവേദനയ്ക്ക് കാരണമാകാറുള്ള മറ്റു കാരണങ്ങളായ അണുബാധ, മുഴകൾ, കശേരുക്കളുടെ നിരയിൽ വന്നു ചേരാവുന്ന പ്രശ്നങ്ങൾ, കശേരുകൾക്കുണ്ടാകാവുന്ന പൊട്ടലുകൾ ഇവ കണ്ടെത്തുവാൻ കഴിയുന്നു. അതുപോലെ പല കോണിലുള്ള എക്സ്റേ എടുക്കുന്നതിലൂടെ നട്ടലിന് വളവ് വരുത്തുന്ന രോഗമായ സ്കോളിയോസിസ്, കശേരുകൾക്കിടയിലെ ഭാഗം ഇടുങ്ങുക അതായത് നാരോ ഇന്റർവെർട്ടബിൾ ഡിസ്ക് സ്പേസ് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുവാൻ കഴിയുന്നു. നട്ടലിന്റെ CT സ്കാൻ പരിശോധനയിലൂടെ നട്ടലിനെ കുറിച്ചും നട്ടലിന്റെ സമീപ വിന്യാസങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കൂടുതൽ ആധികാരികമായി പഠനത്തിനായി CT മൈലോഗ്രാം പരിശോധന നിർദ്ദേശിക്കാറുണ്ട്. സാധാരണയായി CT മൈലോഗ്രാം പരിശോധന നിർദ്ദേശിക്കുന്നത് MRI പരിശോധനയുടെ ലഭ്യത കുറവോ അല്ലെങ്കിൽ രോഗി ഹൃദ്രോഗ സംബന്ധമായി പേസ് മേക്കർ ഉപയോഗിക്കുകയോ അതുമല്ലെങ്കിൽ കേൾവിക്കുറവ് പരിഹരിക്കുന്നതിനായുള്ള കോക്ലിയർ ഇംപ്ലാന്റുകൾ ധരിച്ചിട്ടുള്ളവരോ ആണെങ്കിലാണ് CT മൈലോഗ്രാം പരിശോധന നിർദ്ദേശിക്കുന്നത്. അതുമല്ലെങ്കിൽ രോഗിക്ക് ഇടുങ്ങിയ സ്ഥലങ്ങളുള്ള ഭയം അതായത് ക്ലസ്ട്രോഫോബിയ ഉള്ളവരാണെങ്കിൽ MRI സ്കാനിങ്ങിന് കയറ്റുമ്പോൾ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാറുണ്ട്. അത്തരക്കാരിലും CT മൈലോഗ്രാം പരിശോധന നിർദ്ദേശിക്കാറുണ്ട്. CT മൈലോഗ്രാം പരിശോധനയ്ക്ക് ചില സങ്കീർണതകളുണ്ട്. പോസ്റ്റ് സ്പൈനൽ ഹെഡേക്ക് ആണ് CT മൈലോഗ്രാമിനെ തുടർന്ന് സാധാരണയായി ഉണ്ടാകുന്ന സങ്കീർണത. കൂടാതെ റേഡിയേഷൻ സാധ്യത, മെനിഞ്ചൽ ഇൻഫെക്ഷൻ തുടങ്ങിയ സങ്കീർണതകൾക്കും സാധ്യതയുണ്ട്. MRI പരിശോധന ഡിസ്ക് ഹെർണിയേഷനെ കുറിച്ചും അതിനോടനുബന്ധിച്ച് ഉണ്ടായേക്കാവുന്ന നാഡീ സമ്മർദ്ദങ്ങളെക്കുറിച്ചും കൂടുതൽ കൃത്യതയോടെ കണ്ടെത്തുവാൻ സഹായിക്കുന്നു. ഡിഫ്യൂഷൻ ടെൻസർ ഇമേജിംഗ് അഥവാ DTI എന്നറിയപ്പെടുന്ന ഒരുതരം MRI പരിശോധനാ രീതിയുണ്ട്. ഇതിലൂടെ നാഡീവേരുകളിലെ അതായത് നെർവ് റൂട്ടിലെ വളരെ നേർത്ത ഘടനാ മാറ്റങ്ങളെക്കുറിച്ച് പോലും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇലക്ട്രോമയോഗ്രാം, നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ഇവയിലൂടെ നാഡികളുടെയുള്ള വൈദ്യുത ആവേഗം അതായത് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അളക്കുന്നു. ഇതിലൂടെ നാഡികളുടെ ഏത് ഭാഗത്താണ് തകരാറ് സംഭവിച്ചിരിക്കുന്നതെന്ന് കൃത്യതയോടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇലക്ട്രോമയോഗ്രാം അഥവാ EMG പരിശോധനയുടെ പേശികൾ ചുരുങ്ങുമ്പോഴും തുടർന്നുള്ള അവയുടെ വിശ്രമവേളയിലും ഉണ്ടാകാവുന്ന വൈദ്യുത പ്രവർത്തനം അഥവാ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വിലയിരുത്തുന്നു. ആധുനിക ചികിത്സാ രീതിയിൽ ഡിസ്ക് ഹെർണിയേഷൻ ചികിത്സിക്കുവാനായി രോഗലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നതിനായി ശസ്ത്രക്രിയേതര ചികിത്സാ രീതികൾ അവലംബിക്കുന്നു. വേദന കുറയ്ക്കുന്നതിനായി അസറ്റാമിനോഫെൻ, ഇബുപ്രൊഫെൻ, നപ്രോക്സിൻ സോഡിയം പോലുള്ള മരുന്നുകൾ നൽകുന്നു. മരുന്നുകളുടെ വേദനയ്ക്ക് ശമനം ലഭിച്ചില്ല എങ്കിൽ കോർട്ടിക്കോസ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ വേദനയുള്ള ഭാഗത്ത് നൽകാറുണ്ട്. ഡിസ്ക് ഹെർണിയേഷൻ രോഗലക്ഷണങ്ങൾ തീവ്രമായിരിക്കുന്ന സമയത്ത് കോർട്ടിക്കോസ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് എടുക്കുന്നത് വേദന കുറയ്ക്കുന്നതിനായി സഹായിക്കുന്നു. ഡിസ്ക് ഹെർണിയേഷൻ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അമിതമായ വിശ്രമം ഒഴിവാക്കണം. തുടർച്ചയായ വിശ്രമം പേശികൾക്ക് ബലക്ഷയം ഉണ്ടാക്കുന്നതിനും മുറുക്കം അനുഭവപ്പെടുന്നതിനും സാധ്യതയുണ്ട്.
ഏതാണ്ട് 30 മിനിറ്റ് നേരം കിടന്ന് വിശ്രമമെടുത്ത് കഴിഞ്ഞാൽ തുടർന്ന് ചെറിയ തോതിലുള്ള നടത്തമോ ആയാസരഹിതമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതോ നല്ലതാണ്. എന്നാൽ വേദന ഒഴിവാക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തികളിലും ഏർപ്പെടരുത്. ബാധിക്കപ്പെട്ട ഭാഗത്തിന് ആയാസം വരാത്ത രീതിയിൽ പ്രവൃത്തികൾ ക്രമപ്പെടുത്തുക. വേദനയുള്ള ഭാഗത്ത് 2-3 മണിക്കൂറിനൊരിക്കൽ ഐസ് പാക്ക് വയ്ക്കുന്നത് വേദന കുറയ്ക്കുന്നതിന് സഹായിക്കും. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഐസ് പാക്കിന് പകരം ചൂട് കൊടുത്തു തുടങ്ങാവുന്നതാണ്. ഇരിക്കുന്നതിനായി മൃദുവായ ഇരിപ്പിടങ്ങളും ഈസി ചെയർ പോലുള്ള ഇരിപ്പിടങ്ങളും ഒഴിവാക്കി നടുവിന് ശരിയായ സംരക്ഷണം ലഭിക്കുന്ന ദൃഢതയുള്ള ഇരിപ്പിടങ്ങൾ ഉപയോഗിക്കണം. വേദന കുറയ്ക്കുന്നതിനായി ഫിസിയോതെറാപ്പി ചികിത്സ ഏറെ ഫലപ്രദമാണ്. പരിചയസമ്പന്നനായ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഉപദേശപ്രകാരമുള്ള ഫിസിയോതെറാപ്പി ചികിത്സ ഓരോ വ്യക്തികൾക്കും അവർക്കുള്ള ബുദ്ധിമുട്ടിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന വ്യക്തി അധിഷ്ഠിതമായ ഫിസിയോതെറാപ്പി ചികിത്സ ഏറെ ഗുണം ചെയ്യും. വേദനയും മറ്റ് അനുബന്ധ ലക്ഷണങ്ങളും കുറയ്ക്കുക, ശരിയായ രീതിയിലുള്ള നിൽപ്പ്, നടപ്പ്, ഇരിക്കുക, കിടക്കുക തുടങ്ങിയ കാര്യങ്ങൾ പരിശീലിക്കുന്നത് വേദന നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. ഡിസ്ക് ഹെർണിയേഷൻ സംഭവിച്ച ഭാഗത്തെ പേശികൾ ബലപ്പെടുത്തി ഹെർണിയേഷൻ കുറച്ചുകൊണ്ടുവരുന്നതിനും ഫിസിയോതെറാപ്പി ചികിത്സകൾ ഒരു പരിധിവരെ ഫലപ്രദമാണ്. അതുപോലെ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നാൽ ശസ്ത്രക്രിയ തുടർന്ന് ആ ഭാഗത്തെ പേശികൾ ബലപ്പെടുത്തുന്നതിനായി ഫിസിയോതെറാപ്പി ചികിത്സകൾ നിർദ്ദേശിക്കാറുണ്ട്. മേൽപ്പറഞ്ഞ ചികിത്സാ രീതികളിലൂടെ 6 ആഴ്ചയ്ക്കുള്ളിൽ വേണ്ടത്ര പ്രയോജനം ലഭിക്കാതെ വന്നാൽ, പ്രത്യേകിച്ച് ഡിസ്ക് ഹെർണിയേഷനെ തുടർന്ന് വേദന നിയന്ത്രണം ലഭിക്കാതെ വരിക, പെരുപ്പും ബലക്ഷയവും നിയന്ത്രണ വിധേയമാകാതെ വരിക, നിൽക്കുവാനും നടക്കുവാനും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക, മൂത്രാശയത്തിൻ്റെയും മലാശയത്തിൻ്റെയും നിയന്ത്രണങ്ങൾ നഷ്ടമാവുക തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാവുകയാണെങ്കിൽ പ്രശ്നപരിഹാരത്തിനായി ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നു. ഇതിനായി ഡിസ്റ്റക്ടമി എന്ന ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നു. മിക്കവാറും എല്ലാ ഡിസ്റ്റക്ടമി ശസ്ത്രക്രിയകളിലും പലപ്പോഴും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം മാത്രമായിട്ടായിരിക്കും നീക്കം ചെയ്യുന്നത്. അപൂർവമായി ഹെർണിയേഷൻ സംഭവിക്കുന്ന ഡിസ്ക് മുഴുവനായി നീക്കം ചെയ്യാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ കശേരുക്കൾ തമ്മിൽ ഉരസാതിരിക്കുവാനായി ബോൺ ഗ്രാഫ്റ്റ് നടത്തുന്നു. ഇപ്പോൾ മിനിമലി ഇൻവേസീവ് സർജറി എന്ന താരതമ്യേന ലഘുവായ എൻഡോസ്കോപ്പിക് ഡിസ്റ്റക്ടമി ശസ്ത്രക്രിയയാണ് നടത്താറുള്ളത്. ഇതിലൂടെ തുറന്ന ശസ്ത്രക്രിയയിൽ സംഭവിക്കാവുന്നതുപോലുള്ള മൃദുകോശങ്ങളുടെ പരിക്കുകളും അസ്ഥികളുടെ പരിക്കുകളെയും ശസ്ത്രക്രിയയുടെ സമയ ദൈർഘ്യത്തെയും അതുപോലെ ശസ്ത്രക്രിയ സമയത്ത് രക്തനഷ്ടം കുറയ്ക്കുന്നതിനും മറ്റ് ശസ്ത്രക്രിയ സങ്കീർണതകൾ ഒഴിവാക്കുന്നതിനും സാധിക്കുന്നു. അതുപോലെ ശസ്ത്രക്രിയ തുറന്നുള്ള മുറിവുകൾ അണുബാധയുണ്ടാകാതെ എളുപ്പത്തിൽ ഭേദപ്പെടുന്നുള്ള സാഹചര്യവും സൃഷ്ടിക്കുന്നു. ശസ്ത്രക്രിയ തുറന്നുള്ള ആശുപത്രി വാസത്തിന്റെ ദൈർഘ്യത്തെ കുറയ്ക്കുവാനും സാധിക്കുന്നു. ഡിസ്ക് ഹെർണിയേഷൻ മൂലമുള്ള വേദനയും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ നിരവധി മരുന്നുകൾ ലഭ്യമാണ്. ജീവിതചര്യ ക്രമീകരണത്തിലൂടെയും വേദന പരിഹാരത്തിനായി നിർദ്ദേശിക്കപ്പെട്ട ഫിസിയോതെറാപ്പി ചികിത്സകൾ തുടരുന്നതിനൊപ്പം ലക്ഷണാനുസരണം തിരഞ്ഞെടുക്കുന്ന ഔഷധങ്ങൾ നൽകുന്നതിലൂടെ ഡിസ്ക് ഹെർണിയേഷൻ മൂലമുള്ള വേദനയും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുന്നു. എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ വേദന നിയന്ത്രണ വിധേയമാകാതെ വരികയോ പെരുപ്പും ബലക്ഷയവും നിയന്ത്രണ വിധേയമാകാതെ വരികയോ നിൽക്കുവാനും നടക്കുവാനും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയോ മൂത്രാശയത്തിൻ്റെയും മലാശയത്തിൻ്റെയും നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ പ്രശ്നപരിഹാരത്തിനായി ഡിസ്റ്റക്ടമി എന്ന ശസ്ത്രക്രിയ തന്നെ നിർദ്ദേശിക്കുന്നു. ബെർബറിസ് വൾഗാരിസ്, ബ്രയോണിയ ആൽബ, അഗാരിക്കസ്, പ്ലാറ്റിനം മെറ്റാലിക്കം, സിംഗം മെറ്റാലിക്കം, എസ്ക്വിലസ് ഹിപ്പോകാസ്നം, റൂട്ട ഗ്രാവിയോലൻസ്, റസ്റ്റോക്സിക്കോ ഡെൻഡ്രോൺ, സിട്രലസ് കൊളോസിന്തിസ്, നഫേലിയം തുടങ്ങിയ ഔഷധങ്ങൾ ഏറെ ഫലപ്രദമാണ്. എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 11 മണിക്ക് വിവിധ വൈദ്യശാസ്ത്ര വിഷയങ്ങളായി പുതിയ വീഡിയോകൾ ഈ ചാനലിൽ റിലീസാകുന്നുണ്ട്. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓണാക്കിയിടുക. ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു വിഷയമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം. Thanks for watching. Like, Comments share, and subscribe.